കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തോമസ് ചാഴിക്കാടനെ വീണ്ടും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ തോമസ് ചാഴിക്കാടൻ നമുക്കൊപ്പം ചേരുകയാണ്. പാർട്ടി വീണ്ടും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തു തോന്നുന്നു? തീർച്ചയായും വലിയൊരു ഉത്തരവാദിത്വമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയോടൊപ്പം 1991 ബഹുമാനായ കെ എം മാണി സാറ് വിളിച്ചിട്ട് വന്നതാണ് ഞാൻ. 91 മുതൽ 2019 വരെ മത്സരിച്ച 7 തെരഞ്ഞെടുപ്പുകളിലും ഒരേ ചിഹ്നത്തിൽ, 2 ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. ഇന്നും മാണി സാറിനോട് പൂർണ്ണമായ വിധേയത്വം പുലർത്തിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുക. 91 ഞാൻ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ എൻ്റെ സഹോദരൻ്റെ വേർപാടിൻ്റെ അവസരത്തിലാണ് പൊതുരംഗത്തേക്ക് വരാൻ എന്നെ മാണി സാർ ക്ഷണിച്ചത്. അന്ന് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പിൽ വളരെ ചുരുങ്ങിയ ഒരു 1000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നെ ജനം തിരഞ്ഞെടുത്തത്. പക്ഷേ ജനങ്ങളോടൊത്ത് പ്രവർത്തിച്ചപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ടുകൾ നൽകി 20,144 വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷത്തിൽ അവരെന്നെ വിജയിപ്പിച്ചു. അതിനുശേഷം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ 1,06,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എന്നെ ജയിപ്പിച്ചത്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് വീണ്ടും പാർട്ടി എന്നെ ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ ഞാൻ നിൽക്കുക. ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രവർത്തിക്കുവാൻ കിട്ടുന്ന അവസരം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നടത്തും എന്ന ഉറപ്പ് ഞാൻ ഇന്ന് ഈ അവസരത്തിൽ നൽകുകയാണ്. ഇത് പറയുമ്പോഴും ഇപ്പോൾ രാജ്യത്ത് തന്നെ MP ഫണ്ട് ചെലവഴിക്കപ്പെട്ടതിൽ 100% ചെലവഴിക്കപ്പെട്ടതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനം പൂർണ്ണമായും നിറവേറ്റാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഞാൻ നേടിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ MP-മാർക്ക് അനുവദിക്കുന്ന MP ഫണ്ട് അതൊരു ഘട്ടത്തിൽ കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ നിർത്തിവെച്ചു. വീണ്ടും അത് ആരംഭിച്ചു. 5 വർഷം കൊണ്ട് 25 കോടി ലഭിക്കേണ്ട സ്ഥാനത്ത് 17 കോടിയാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 7 കോടി അനുവദിച്ചു തന്നു. ആ 7 കോടിയും 1 രൂപ പോലും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിഞ്ഞു. അത് ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടത്തിലെ 10 കോടി രൂപ അനുവദിച്ചു കിട്ടി. ആ 10 കോടി രൂപയും ജനങ്ങൾക്ക് വേണ്ടി അലോട്ട് ചെയ്യാൻ സാധിച്ചു. അത് വിവിധ ഘട്ടങ്ങളിലായി ഇപ്പോൾ നിൽക്കുന്നു. 50%-ലേറെ അതിൻ്റെയും വിനിയോഗം പൂർത്തിയായി. ബാക്കി പദ്ധതികൾ അതിൻ്റെ നിർവഹണ രംഗത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും ഒരു പൈസ പോലും നഷ്ടപ്പെടാതിരിക്കുന്ന രീതിയിലേക്ക് MP ഫണ്ടിൻ്റെ വിനിയോഗം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ആത്മനിർവൃതിയുണ്ട്. MP ഫണ്ട് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അനുവദിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളിൽ എല്ലായിടത്തും എൻ്റെ പങ്കാളിത്തമുണ്ടായി. PMGSY എന്ന് പറയുന്ന ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിൽ കേന്ദ്ര ഗവൺമെൻറ് 1425 കിലോമീറ്റർ റോഡുകൾ അനുവദിച്ചപ്പോൾ, കേരളത്തിന് അനുവദിച്ചപ്പോൾ ഒരു MP-ക്ക് ശരാശരി 20 MP-മാരിൽ ഒരു MP-ക്ക് ശരാശരി ലഭിക്കേണ്ടത് 70-71 കിലോമീറ്റർ റോഡാണ്. കോട്ടയം പാർലമെൻറ്റിൽ മണ്ഡലത്തിൽ അത് 92 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 32% അധികമായി നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. പാർലമെൻറ്റിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ വകുപ്പിലൂടെ നൽകുന്ന ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം കിട്ടിയപ്പോൾ അത് പൂർണ്ണമായും കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും നടപ്പാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കോട്ടയം ജില്ലാ കളക്ടറും എറണാകുളം ജില്ലാ കളക്ടറും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശം കൊടുത്ത് 12 ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മുഴുവൻ ഭിന്നശേഷിക്കാരെയും അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ കണ്ടെത്തി
അത് വിതരണം ചെയ്യാൻ കേന്ദ്രമന്ത്രി തന്നെ വന്ന് കോട്ടയത്ത് നടപടി സ്വീകരിച്ചു. ഇത് പറയുമ്പോഴും പതിറ്റാണ്ടിലേക്ക് ശേഷം കേരള കോൺഗ്രസുകൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി കോട്ടയം മാറാൻ പോവുകയാണ്. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച കേരള കോൺഗ്രസ് പാർട്ടി. അത് മാണി സാർ മുമ്പ് നേതൃത്വം നൽകിയിരുന്ന, ഇന്ന് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എം പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വിജയം സുനിശ്ചിതമാണ്, യാതൊരു സംശയവും വേണ്ട. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് തോമസ് ചാഴിക്കാടൻ എം പി ഉള്ളത്. കോട്ടയത്തു നിന്നും സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്.